സാർ, നമുക്ക് ലൈഫിൽ എങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് മോട്ടിവേഷൻ നിലനിർത്തി കൊണ്ടുപോകാം? ദാറ്റ് ഇസ് എ നൈസ് ക്വസ്റ്റ്യൻ. ആക്ച്വലി എല്ലാ ദിവസവും നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാകണമെന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇഫ് യു ലുക്ക് അറ്റ് ഹൈ പെർഫോമൻസ് പേഴ്സണാലിറ്റീസ്, അവർക്ക് മോട്ടിവേഷൻ അല്ല ഉള്ളത്, അവർക്കുള്ളത് ഡിസിപ്ലിനാണ്. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണും അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൺസക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ചെയ്യുക, അവർക്ക് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ അവർ ജോലി ചെയ്യും. സക്സസ്ഫുൾ ആയിട്ടുള്ളവരുടെ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് മോട്ടിവേഷൻ ഇല്ലെങ്കിലും അവരതിൻ്റെ ജോലി ചെയ്യും. മോട്ടിവേഷൻ ഇല്ലെങ്കിലും അവർ വർക്കൗട്ട് ചെയ്യും. മോട്ടിവേഷൻ ഇല്ലെങ്കിലും അവർ പഠിക്കും. അതുകൊണ്ടാണ് സാധാരണ പറയാറുണ്ട്, യുവർ മൈൻഡ് ഷുഡ് ബി സ്ട്രോങ്ങർ ദാൻ യുവർ ഫീലിങ്സ്. നമുക്ക് ഫീലിങ്സ് അല്ല വേണ്ടത്, മൈൻഡ് കൊണ്ട് നമ്മളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. എല്ലാ ദിവസവും നമുക്ക് ഫീൽ ചെയ്യില്ല വർക്കൗട്ട് ചെയ്യണമെന്ന്, എല്ലാ ദിവസവും നമുക്ക് ഫീൽ ചെയ്യില്ല പഠിക്കണമെന്ന്, എല്ലാ ദിവസവും ഫീൽ ചെയ്യില്ല വർക്ക് ചെയ്യണമെന്ന്. പക്ഷേ അത് ചെയ്യുന്നതിലാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളും അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ആളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും ഡിസിപ്ലിൻഡ് ആകുക. നമുക്കത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, വർക്കൗട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതിലാണ്. അവിടെയാണ് സക്സസ് എന്ന് പറയുന്ന കാര്യം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടോപ്പ് 5% എന്നാണ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത്. കാരണം 95% ആൾക്കാരും അവരുടെ ഫീലിങ്സിനെ ബേസ് ചെയ്തിട്ടാണ് അവരവരുടെ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നത്. അവർക്ക് ഫീലിങ്സിൽ ഏർപ്പെട്ടിട്ടാണ് അവർ വർക്കൗട്ട് ചെയ്യുന്നത്. ഇന്ന് മോട്ടിവേറ്റഡ് ആണ്, ഞാൻ വർക്കൗട്ട് ചെയ്യാം 95%. ഇന്ന് ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്, ഡയറ്റ് എടുക്കാം 95%. പക്ഷേ 5% ആൾക്കാർ മാത്രമേ ഉള്ളൂ മോട്ടിവേഷൻ ഇല്ലെങ്കിലും ചെയ്യാൻ മൂഡില്ലെങ്കിലും സ്റ്റിൽ അവരത് ചെയ്യുന്നത് മാത്രം. അതുകൊണ്ട് നമുക്ക് മോട്ടിവേഷൻ അല്ല വേണ്ടത്, വി നീഡ് ഡിസിപ്ലിൻ, സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ.